ഇത് റെഡ് മൂൺ കാണാൻ പോയ കഥേട്ടാ. ഏട്ടൻ ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടോ വെച്ചു. റെഡ് മൂൺ കാണാൻ ഈ വരണം വെച്ചു. ഞാനും പോയിട്ട് അപ്പോൾ ഞാൻ കാണുകയും ചെയ്തിട്ട്. പക്ഷേ ഫോണിൽ പകർത്താൻ പറ്റില്ല, ഒത്തിരി ദൂരമായതുകൊണ്ടായിരിക്കാം എന്നെ കൊണ്ടത് സാധിച്ചില്ല. തീരാനായിരുന്നു. അപ്പോൾ പിന്നാലെ ഒരു വിളിപ്പൊടി, അമ്മ ഞാനും ഉണ്ടെന്ന്. അപ്പം ഞാൻ അവനെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം നേരത്തോട് നേരം അവന് ഭയങ്കര പനി. സ്കൂളിലൊന്നും പോയില്ല. രാവിലെ ആയപ്പോഴത്തേനും പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ച് സ്കൂളിൽ വിട്ടില്ല. അങ്ങനെ ഏട്ടൻ വർക്കിനൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരമായപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോന്നപ്പോൾ ബാക്കിൽ നിന്ന് ഞാനും വരുന്നതെന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ ഇങ്ങോട്ടും അവൾ ഇറങ്ങാത്ത. അവൾ പോകുന്നില്ലെങ്കിൽ എനിക്കും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കെട്ടി കിണി കെട്ടി എല്ലാവരും കൂടെ പോയിട്ട് വന്നു. അവൾക്ക് മൊഹിത്തോ വേണം. കാര്യം അവൾക്ക് പനി പിടിച്ചപ്പോൾ അവന് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരുന്നേ. അതുകൊണ്ട് ആ പ്രശ്നം പറഞ്ഞാണ് വരുന്നത്. അവിടെ നിന്ന് എന്തോ ഒരു കിട്ടിയ തട്ടുകൂട്ട് പേപ്പറും കഷ്ണം ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. ഫുൾ ഇംഗ്ലീഷാണ് അതിനകത്ത്. വായിക്കാറില്ലെങ്കിൽ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ കയറി. ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛാ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അറിയാം, കരിക്കും വെള്ളം കുടിക്കാൻ. അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ച് നിൽക്കണം. മരുന്നും വാങ്ങിച്ചിട്ട് ഇറങ്ങി. നേരെ പോയത് ഇവിടേക്കാണ്, എന്താ കൂൾ ബാറിലോട്ട്. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസേ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് കൂടുതൽ സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഡയറ്റ് ആയതിനെ കൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാനും പറ്റില്ല. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു. ഇവരൊക്കെ വെയിറ്റിംഗ്. എൻ്റെ ജ്യൂസ് പകുതി ആവലെന്ന് തുടങ്ങി. പിന്നെ ഒരു പപ്സൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു. പൊന്നു മുഴുവൻ കുടിക്കില്ലെന്ന് നമുക്കറിയാം. എന്നിട്ട് ഏട്ടനാണ് അവളുടെ ബാക്കി മുഴുവൻ കുടിച്ചുകൊണ്ടിരുന്നത്. പോരാത്തതിന് വായിലാക്കി കുറെ കൊണ്ടുപോയി തുപ്പുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് പനിക്കാരൻ ഒപ്പിച്ചൊരു പണി. ഒരു പാക്കറ്റ് മിൽക്ക് മെയ്ഡ് ഓണത്തിന് വാങ്ങി വെച്ചിരുന്നു. അത് മുഴുവനും കുടിച്ച് തീർത്തു. ഒന്നും അല്ലാതേക്കും വെച്ച്.